രണ്ട് പ്രാഥമിക ഘട്ട മത്സരങ്ങളിൽ നിന്ന് ഫൈനലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 10 പേർ തമ്മിലാണ് മുഹൈസിന ലുലു വില്ലേജിൽ നടന്ന ഫൈനൽ റൗണ്ടിൽ മാറ്റുരച്ചത്. വിധികർത്താക്കൾ നൽകുന്ന മിസ്റ്ററി ബോക്സിൽ നിന്നുള്ള ചേരുവകൾ കൊണ്ടുവേണം വിഭവമൊരുക്കാൻ. ഇഞ്ചോടിഞ്ച് മത്സരത്തിനൊടുവിൽ ജേതാവിനെ പ്രഖ്യാപിച്ചു. ഇന്നത്തെ ഈ സന്ധ്യയുടെ താരം സ്റ്റാർ ഷെഫ് ഓഫ് ദിസ് ഈവനിംഗ്. ഇതോടൊപ്പം നടന്ന ജൂനിയർ ഷെഫ് മത്സരത്തിൽ ഒന്നാമതെത്തിയത് സ്റ്റാർ ഷെഫായി തിരഞ്ഞെടുക്കപ്പെട്ട അമ്മാറ സിദ്ദീഖിന്റെ മകൻ അഹമ്മദ് യസാൻ. വർഷത്തെ സ്റ്റാർ ഷെഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്റ്റാർ ഷെഫ് അവാർഡും ജൂനിയർ ഷെഫ് അവാർഡും ഒരു വീട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഉമ്മയും മകനും. ഞാൻ ഒരു ഇറ്റാലിയൻ റിസോർട്ടോ എന്ന് പറഞ്ഞ ഫേമസ് ഒരു ഡിഷിന് അതായിരുന്നു ഫസ്റ്റ് റൗണ്ടിൽ. അതിൻ്റെ മലയാളം വേർഷൻ, അതായത് നമ്മുടെ തനി നാടൻ കേരള ഡിഷ്, ഒരു പാസ്ത പോലെയുള്ള നമ്മളെ കപ്പയും അരിയൊക്കെ വെച്ചിട്ടും അത് അതിൻ്റെ കൂടെ ചിരട്ടയിൽ ദമ്മിട്ടിട്ട് ഒരു ഡിഷായിരുന്നു ഉണ്ടാക്കിയത്. ഒരു സ്റ്റഫ് സ്പിൻഡിൽ വിത്ത് കോക്കനട്ട് റാഞ്ച് ടോപ്ഡ് വിത്ത് സ്വീറ്റ് മാംഗോ ചട്നി. സ്റ്റാർ ഷെഫ് ഫൈനലിൽ വി.പി. ജസീന 2ാം സ്ഥാനം നേടി. 3ാം സ്ഥാനം അനീസ ജാഫറും ഉദയത്തും പങ്കിട്ടു. ജൂനിയർ ഷെഫിൽ അസീന ഫാത്തിമ 2ാം സ്ഥാനവും സെനിയ സാദ 3ാം സ്ഥാനവും നേടി. ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന വിഷയത്തിൽ നടന്ന കേക്ക് ഡെക്കറേഷൻ മത്സരത്തിൽ തൃശൂർ സ്വദേശി ഫെമിന സുധീറിനാണ് 1ാം സ്ഥാനം. ഞാനൊരു ഗാർഡൻ തന്നെ കൊണ്ടുവരാൻ നോക്കിയത്. അതിലൊരു സീറ്റിങ്ങും പിന്നെ അതുപോലെ ഫൗണ്ടൈനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഇനത്തിൽ തസ്നീം ബഷീർ 2ാം സ്ഥാനവും ഫസീല നൌഷാദ് 3ാം സ്ഥാനവും നേടി. ആവേശകരമായ പുട്ടുതീറ്റ മത്സരത്തിൽ മണ്ണാർക്കാട് സ്വദേശി മുഹമ്മദ് സവാദ് 1ാമതെത്തി. നെല്ലറയുടെ സ്വർണ്ണ നാണയമായിരുന്നു സമ്മാനം. 4 കുറ്റി പുട്ട് ഫുള്ളായിട്ട് തിന്ന് കറക്റ്റ് നമുക്ക് 15 മിനിറ്റാണ് സമയം തന്നത്. പക്ഷേ നമ്മളൊരു 12 മിനിറ്റ് കൊണ്ട് എന്താക്കി 4 കുറ്റി ഫുള്ള് തിന്നിട്ട് നമ്മൾ നിന്ന്. നമുക്ക് 5ാമത്തെ കുറ്റി നമുക്ക് പൊളിക്കാന്ന്, പക്ഷേ അത് വേസ്റ്റായി പോകുമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ അത് ഹോൾഡ് ചെയ്ത് വെച്ച്. പുട്ടടിയിൽ അജന്ത 2ാം സ്ഥാനവും ഫസീല 3ാം സ്ഥാനവും നേടി. സ്റ്റാർ ഷെഫ് ഓരോ സീസൺ പിന്നിടുമ്പോഴും മത്സരത്തിന്റെ നിലവാരം ഉയരുകയാണെന്ന് വിധികർത്താക്കൾ പറഞ്ഞു. ഒരു ലെവലിലുള്ളൊരു മത്സരം ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരു UAE ഭക്ഷണത്തിന്റെ ഒരു സാമ്രാജ്യം തന്നെയുള്ളൊരു നഗരമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇതിൽ കുറച്ച് നമ്മൾ ഇനി പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ള ഒരറിവാണ് ഈ സീസൺ 3 വന്നിട്ട് കണ്ടസ്റ്റൻസ് ചെയ്തു വെച്ചത്. അങ്ങനെ ഈ സ്റ്റാൻഡേർഡിൽ എൻ്റെ ലൈഫിൽ ഞാനൊരു കോമ്പറ്റീഷൻ ചെയ്തിട്ടില്ല. സീരിയസ്ലി ഒരു രക്ഷയില്ലാത്ത ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഷെഫ്മാരാ ഇതിനകത്ത് വന്ന മുഴുവൻ മത്സരാർത്ഥികൾ. സ്റ്റൈലിലായിരുന്നു പ്രസൻറ്റേഷൻ, ഫുഡ് ടേസ്റ്റ് വൈസ് ആണെങ്കിലെല്ലാം നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡിഷസ് ആയിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഷെഫ് പിള്ള രാജ് കലേഷ്, ലുലുവിലെ ജനറൽ മാനേജർ PA സാദിഖ്, നെല്ലറ സെയിൽസ് മാനേജർ അനീസ്, ഷൈജു, മീഡിയ വൺ ജനറൽ മാനേജർ സവാബ് അലി, മീഡിയ സൊല്യൂഷൻ സീനിയർ മാനേജർ ഷഫ്നാസ് അനസ് തുടങ്ങിയവർ ജേതാക്കൾക്ക് പുരസ്കാരങ്ങൾ കൈമാറി. പാചക മത്സരത്തിന്റെ ഇടവേളകൾക്ക് താളം പകർന്ന് അബുദാബി മെഹഫിൽ മുട്ടിപ്പാട്ട് സംഘം സ്റ്റാർ ഷെഫ് വേദിയെ കൂടുതൽ ആവേശമുട്ടതാക്കി. യാസിർ അർഫാദിനൊപ്പം ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ വൺ, ദുബായ്.